ഇറാൻ്റെ വിദേശകാര്യമന്ത്രി വാ കരയിലേക്ക് വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. കാരണം ഭരണമാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അതായത് അധിനിവേശ ശക്തിക്ക് ആ നാട്ടിൽ ഇറങ്ങാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങൾ എങ്ങനെയാണ് ഈ ഭരണമാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം മുമ്പ് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചില സൈന്യത്തെ ഇറക്കിയെന്ന് വരും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇറാനിയൻ മന്ത്രി വളരെ കോൺഫിഡൻ്റ്, അയാളുടെ ശരീരഭാഷ കാണണം, വളരെ കോൺഫിഡൻ്റായിട്ട് വാ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം ആ അഭിമുഖത്തിൽ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഞങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന മട്ടിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായ ഇൻ്റലിജൻസ് ഇൻപുട്ടോട് കൂടി ഇറാൻ റെസിസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ യുദ്ധം എന്ന് തീരും എന്ന് പറയാൻ പറ്റില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ ലക്ഷ്യം പാളിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തം. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, അതിപ്പോൾ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്? ശരിയാണ്, ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ഭൂഗർഭ നഗരം തന്നെ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പോയി ബോംബ് ചെയ്ത് ആ ഭൂഗർഭ അറകളിലേക്ക് കടക്കാനാവാത്ത രീതിയിൽ അത് കളഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. അതുകൊണ്ടാണോ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രവാഹം കുറഞ്ഞത്? അതോ വളരെ ബുദ്ധിപരമായി കൗശലത്തോടു കൂടി പല കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണോ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് ഒരു വശത്ത് നടക്കുകയാണ്, ഒരു വശം. പക്ഷേ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടിൻ്റെ മറ്റൊരു ക്രമീകരണം നടക്കുന്നുണ്ട്. ഫെബ്രുവരി 22, 23 തീയതികളിൽ, അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുർദ് മേഖലയിലെ 4-5 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒരു പുതിയ ഒരു അലയൻസ് ഉണ്ടാക്കി. അലയൻസ് ഫോർ ഫ്രീ കുർദിസ്ഥാൻ എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് പല പാർട്ടികളുണ്ട്, അതിൽ ചേരാത്ത പാർട്ടികളുണ്ട്. അവർക്ക് ആയുധങ്ങൾ കൊടുക്കുകയും ചില കുർദിഷ് നേതാക്കളെ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് വിളിച്ചു വന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുകയും ഗാർഡിയനും ദ ഇൻഡിപെൻഡൻറ്റും പോലെയുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കരയുദ്ധം തുടങ്ങാൻ പോകുന്നത് ആദ്യം ഈ കുർദ് മിലിഷ്യകളെ ആയുധമണിയിച്ച് അവർക്ക് സകല സന്നാഹവും കൊടുത്ത് അവർക്ക് എയർ പവറിൻ്റെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ചെയ്തത്. ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും ചെയ്തത്, ഇതേ പരിപാടിയാണ്. അഫ്ഗാനിസ്ഥാനിൽ ആ സമയത്ത് സജാദ് ലോണിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു നോർത്തേൺ അലയൻസ്, വടക്കൻ സഖ്യം കാബൂളിൻ്റെ മലനിരകളിൽ കാത്തിരിക്കുന്നു. മുകളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പ്ലെയിനുകൾ കൊണ്ട് ആക്രമിക്കുന്നു. അതിനുശേഷം ഇവർ ഇറങ്ങിപ്പോയി താഴോട്ടിരുന്നു. അവസാനം അമേരിക്കൻ സൈന്യം കൂടെ അതിനുശേഷം അവരുടെ പുറകെയാണ് പോകുന്നത്. ഇതേ സ്ട്രാറ്റജി ഇവരിവിടെ ശ്രമിക്കാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനേക്കാൾ വളരെ വലിയൊരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് കാബൂൾ പിടിച്ചടക്കിയതുപോലെ ടെഹ്റാനൊന്നും പിടിച്ചടക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു വാക്ക് അവർ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കുർദിസ്ഥാൻ സ്ഥാപിക്കാനുള്ള സുവർണ അവസരം. കാരണം 10% കുർദുകൾ ഇറാനിയൻ ജനസംഖ്യയിൽ തന്നെ, 90 മില്യൺ കണക്കെന്നാണ് കേട്ടത്. അവിടെ മാത്രമല്ല ഇറാഖിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഇറാഖിൽ ഇപ്പോൾ തന്നെ കുർദുകളുടെ ഒരു ചെറിയ സ്വയംഭരണ പ്രദേശമുണ്ട്. അത് ഇറാഖുമായിട്ടുള്ള കരാർ പ്രകാരം അവർക്ക് സ്വന്തമായി സൈന്യവും പാർലമെൻറ്റും ഒക്കെ ഒരു സംവിധാനമുണ്ട്. അവർ ഈ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മേഖലയെ വിഭജിക്കാം, ഇറാനെ പല രീതിയിൽ ക്ഷീണിപ്പിക്കാം എന്നുള്ളതൊക്കെയാണ്. ആ സമയത്ത് ഇറാൻ വേറൊരു യുദ്ധമുഖം കൂടെ തുറക്കേണ്ടി വരും. അത് തുറക്കേണ്ടി വരുമ്പോൾ ഇറാൻ പിന്നെയും ദുർബലമാകും. ഇതൊക്കെയാണ് സ്ട്രാറ്റജി. ഇതുകൂടാതെ അണിയറയിൽ നടക്കുന്ന മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിദേശകാര്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും ഇപ്പോൾ അസർബൈജാനെ ഡ്രോണിൽ ആക്രമിച്ചതും അതുപോലെ തന്നെ സൈപ്രസിനേക്കാൾ കൂടുതൽ തുർക്കിയെ ആക്രമിച്ചത് ഞങ്ങളല്ല എന്ന് അവർ പറഞ്ഞു. തുർക്കിയെ തുടർന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ തുർക്കി നാറ്റോ സഖ്യത്തിലെ ഒരു രാഷ്ട്രമാണ്. നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ തിരിച്ച് ഇവരെല്ലാം ചേർന്ന് തിരിച്ചാക്രമിക്കണം ആ രാജ്യം ആവശ്യപ്പെട്ടാൽ എന്നുള്ളതാണ് അലിഖിത നിയമം, അല്ലെ ലിഖിതമായി തന്നെയുള്ള നിയമം. അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ളൊരു പ്ലാനാണോ? ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കുന്നതും അവിടുത്തെ LPG ടാങ്കറുകൾ പൊട്ടിക്കുന്നതുമൊക്കെ സത്യത്തിൽ ഇറാൻ തന്നെയാണോ, അതോ മൊസാദിൻ്റെയും CIA-യുടെയും രഹസ്യ പദ്ധതിയുടെ ഭാഗമാണ്? അപ്പോൾ പല രീതിയിലുള്ള യുദ്ധ സ്ട്രാറ്റജികൾ നടത്തുകയാണ്. ഒന്ന്, യുദ്ധത്തിൻ്റെ ബോംബുകളുടെ ശരവർഷം കൂട്ടുക എന്നുള്ളത്. 2, റിബലുകളെ, ഇറാനുമായി വിഘടിച്ച് നിൽക്കുന്ന മിലിഷ്യകളെ ആയുധമറിയിക്കുകയും അവർക്ക് അവരുടെ രാജ്യം സ്ഥാപിക്കാനുള്ള അവസരമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുക. 3, ഗൾഫ് രാജ്യങ്ങളെയും മറ്റ് അതുപോലെയുള്ള രാജ്യങ്ങളെയും ഇറാനെതിരെ തിരിക്കുന്ന രീതിയിലുള്ള ഒരു തന്ത്രം പയറ്റുക. ഈ 3 കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് ഇതിനോടകം തന്നെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഇത് മുന്നോട്ട് പോകുമോ, എത്രത്തോളം ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ, തിരിച്ച് മത്സരിക്കുന്ന ഒരു രാജ്യം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു വലിയ മുറിവേറ്റ് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ സർക്കാരുമായിട്ട് പോലും ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ഇല്ലാത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം, സൈന്യം,
അവർ ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നത് ഖമനയുമായിട്ടാണ്, അല്ലെങ്കിൽ സുപ്രീം ലീഡറുമായിട്ടാണ്. യുദ്ധം ഇങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരിടത്ത് വായിച്ചത്, ഇപ്പോൾ അവരുമായുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവർ അവരുടേതായ രീതിയിൽ പറഞ്ഞ രീതിയിൽ യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ ഡെഡ്ലി ആയിട്ടുള്ള സൂയിസൈഡ് മിഷനുകളിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഈ ഞൊടുക്ക് വിദ്യകൾ കൊണ്ട് പണ്ട് കാബൂളിൽ ചെയ്തതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതുപോലെ ഇവിടെ നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. യുദ്ധത്തിൽ ട്രംപ് പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കാം, യുദ്ധം ഉടനെ എങ്ങും തീരാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്ന് പറയുമ്പോൾ അത് കൈയടിക്കാൻ വരട്ടെ, വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ലോകം പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളുടെ മുഴുവൻ യാത്രയും നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇറാന് ശക്തി ക്ഷയിച്ചു എന്ന് വിചാരിക്കുക. അവിടെ സംഭവിച്ചത് ഇറാൻ മറ്റ് കപ്പലുകളെ ആക്രമിക്കുക മാത്രമല്ല, ഈ വലിയ എണ്ണ ടാങ്കറുകൾക്ക്, ഏത് കപ്പലിനും സഞ്ചരിക്കുമ്പോൾ അവരെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിക്കോഷൻ ഇൻഷുറൻസാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇത്തരം ഹോർമൂസ് കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് അവർ പിന്മാറി. ഒരൊറ്റ കപ്പലിന് ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ഇല്ലാതെ ഒരൊറ്റ കപ്പൽ ചലിക്കില്ല. ഒരൊറ്റ ബാങ്കും ആ കപ്പൽ യാത്രയ്ക്ക് ഫിനാൻസ് ചെയ്യില്ല. ഒരൊറ്റ തുറമുഖവും നിങ്ങളെ അടുപ്പിക്കില്ല. ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റില്ലാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള കച്ചവടം മുഴുവൻ.